സമയം വളരെ മൂല്യമുള്ളതാണ്. ലോകത്ത് എല്ലാവർക്കും തുല്യമായി വീതിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് സമയം മാത്രമാണ്. സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും എല്ലാവർക്കും തുല്യമായി വീതിക്കപ്പെട്ട, പാമരനും പണ്ഡിതനും തുല്യമായി നൽകപ്പെട്ട ഒന്ന് ലോകത്തുണ്ടെങ്കിൽ അത് സമയം മാത്രമാണ്. സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നവരാണ് നാളത്തെ വിജയികൾ. തുടർച്ചയായ അധ്വാനങ്ങളും പരിശീലനങ്ങളും അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുന്നു. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം, പരമമായ ലക്ഷ്യം ആഖിറ വിജയമാണ്. ഓരോ സെക്കൻഡും താൻ ചിലവഴിക്കുന്നത് ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്നതാണ് എന്ന് കൃത്യമായി ബോധ്യമുണ്ടായിരിക്കണം. മുൻഗാമികളായ മഹത്തുക്കൾ സമയമൊന്നും പാഴാക്കാതെ ഇബാദത്തിൽ മുഴുകി, ഇബാദത്തിൽ വളരെയധികം കണിശത കാണിച്ചവരായിരുന്നു. ആമിർ ബിൻ അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനോട് നമുക്ക് സംസാരിച്ചിരിക്കാം എന്ന് പറഞ്ഞ വ്യക്തിയോട് അവിടുന്ന് പറഞ്ഞ മറുപടി, നീ സൂര്യനെ പിടിച്ചു വെക്കൂ എന്നായിരുന്നു. അതായത് വെറുതെ സംസാരിച്ചിരിക്കാൻ നമുക്ക് സമയമില്ല. ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങളും ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന ചിന്തകളും തുടങ്ങിയ ആഖിറവുമായി ആഖിറം വിജയിപ്പിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളിലേ അവർ മുഴുകിയിരുന്നുള്ളൂ. അവരുടെ ഓരോ ചിന്തയും അള്ളാഹുലുള്ള ഇബാദത്തായിരുന്നു. എത്ര ലളിതമായ ഇബാദത്തുകൾ കൊണ്ട് ഉന്നതമായ പ്രതിഫലങ്ങൾ വാങ്ങിക്കൂട്ടാൻ പറ്റുന്ന അവസരങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നിലേക്ക് തുറന്നു തന്നിട്ടുണ്ട്. ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് ആരെങ്കിലും ചൊല്ലിയാൽ അവനു വേണ്ടി സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം കുഴിച്ചിടപ്പെടുമെന്ന്. ഒരു ഈത്തപ്പന മരം അവനു വേണ്ടി കുഴിച്ചിടപ്പെടും. സമയം നഷ്ടപ്പെടുന്നവർ ഒന്നാലോചിച്ചു നോക്കിയേ, നാം ഓരോരുത്തരും എത്ര സമയമാണ് നഷ്ടപ്പെടുന്നത്, എത്ര ഈത്തപ്പന മരമാണ് നമ്മൾ ഓരോരുത്തരും പാഴാക്കി കളയുന്നത്. നമ്മുടെ ഫേസ്ബുക്കും നമ്മുടെ ഇൻസ്റ്റയും നമ്മുടെ വാട്സപ്പും നമ്മുടെ യൂട്യൂബും മറ്റ് സോഷ്യൽ മീഡിയയിലെ അനാവശ്യങ്ങളും കൊണ്ട് നമുക്ക് നടാൻ പറ്റിയിരുന്ന എത്രയെത്ര സ്വർഗീയ ഈത്തപ്പന മരങ്ങളാണ് നാം ഓരോരുത്തരും നഷ്ടപ്പെടുത്തി കളയുന്നത്. സമയങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ ഇനിയുള്ള സമയങ്ങൾ ഓരോന്നും ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന വിധം നാം ആ സമയങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. വൽമൗതു യഅതി ബഗ്തതൻ വൽഖബ്റു സുൻദൂഖുൽ അമൽ. മരണം അവിചാരിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമുക്ക് ആ മരണത്തിന് വേണ്ടി തയ്യാറാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ നിമിഷങ്ങളും അവൻ്റെയും അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പൊരുത്തത്തിലായുള്ള ഒരു ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.